ബിസ്ക്കറ്റ്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സയൻസ് ആണ് പഠിക്കുന്നത്. സയൻസിനകത്ത് ഫുഡ് ഫോറസ് എന്നാണ് നമ്മുടെ ടോപ്പിക്. നമുക്കറിയാം അല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു എനർജി ഒക്കെ കിട്ടാനായിട്ട്, നമ്മൾ നല്ല ആരോഗ്യത്തോടൊക്കെ ഇരിക്കാനായിട്ട് നമ്മൾക്ക് എന്ത് വേണം? നമുക്ക് ഫുഡ് വേണം അല്ലേ? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, പിന്നെ ഇടയ്ക്ക് ഒരു സ്നാക്സ് ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് നല്ല സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ടും, അതുപോലെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് എനർജി വേണ്ടത്. ആ എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കഴിക്കുന്നത്? ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോമൺലി നമുക്ക് ഫുഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? എന്താണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ്? അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പം നമുക്ക് സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് കഴിക്കണം? നമ്മൾ ഫുഡ് കഴിക്കണം. ചുമ്മാ ഉള്ള ഫുഡ് മാത്രം കഴിച്ചാൽ കാര്യമുണ്ടോ? നമുക്ക് കൂടുതലും ഇപ്പോൾ കൂടുതലും ജങ്ക് ഫുഡൊക്കെയാണ് അല്ലേ കുറച്ചുകൂടി ഇഷ്ടമൊക്കെ. പക്ഷെ നമ്മൾ എപ്പോഴും നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നല്ല ഫുഡ് കഴിക്കണം. ഹെൽത്തി ഫുഡ്, അതുപോലെ ഹെൽത്തി ഡയറ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? ഫോളോ ചെയ്യാവുള്ളൂ. അപ്പം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിക്കോട്ടെ, ലഞ്ചിനായിക്കോട്ടെ, ഡിന്നറിലായിക്കോട്ടെ, നമ്മൾ സെയിം ടൈപ്പ് ഓഫ് ഫുഡ് അല്ലല്ലോ കഴിക്കുന്നത്. നമ്മൾ വെറൈറ്റി ഫുഡാണല്ലേ കഴിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ രാവിലെ ചിലപ്പം ദോശയും സാമ്പാറും ആയിരിക്കും. ഉച്ചയ്ക്ക് ചിലപ്പോൾ ചോറ്, മീൻകറി, ചിക്കൻ, അങ്ങനെയൊക്കെ പല ടൈപ്പ് ഓഫ് ഫുഡാണല്ലേ കഴിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്, അതായത് നമ്മൾ കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കൂടുതൽ കഴിക്കണം. അപ്പം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ്, മിൽക്ക്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഫുഡാണ് ഒരു ദിവസം തന്നെ നമ്മൾ കഴിച്ചു പോകുന്നത് അല്ലേ? അപ്പം നമുക്ക് ഈ ഫുഡ് നമുക്ക് ആക്ച്വലി എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് ആനിമൽസിൽ നിന്ന് നമുക്ക് ഫുഡ് കിട്ടാറുണ്ട്, അതുപോലെ പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് ഫുഡ് കിട്ടാറുണ്ട് അല്ലേ? അപ്പം പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഫുഡിന്റെ പേരുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവയെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം ആദ്യമേ വരുന്നത് നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? നമ്മൾ ചില വെജിറ്റബിൾസ് നമ്മൾ റോ ആയിട്ട് കഴിക്കുക, അതായത് പച്ചയ്ക്ക് നമ്മൾ കഴിക്കുക, അതായത് കുക്ക് ചെയ്യാതെ നമ്മൾ കഴിക്കുക, അങ്ങനത്തെ വെജിറ്റബിൾസ് ആണ് റോ വെജിറ്റബിൾസ് അല്ലേ? ക്യാരറ്റ് ഒക്കെ നമുക്ക് ചുമ്മാ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പം ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ്സിൽ നിന്നാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം നമുക്കത് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേരുണ്ട് അല്ലേ? ആപ്പിൾ, ഓറഞ്ച്, മാംഗോ, ഗ്രേപ്സ്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഫ്രൂട്ട്സ് കാണും അല്ലേ? നമ്മൾ ഫ്രൂട്ട്സ് ചുമ്മാതെ കഴിക്കാറുണ്ട്, അതുപോലെ ജ്യൂസ് ആയിട്ട് കഴിക്കാറുണ്ട്, അതുപോലെ ചിലപ്പം ഫ്രൂട്ട് സലാഡ് ആയിട്ട് കഴിക്കാറുണ്ട്. അങ്ങനെ പല ടൈപ്പിൽ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് അല്ലേ? ഫ്രൂട്ട്സ് എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണ്, നല്ല മധുരമുള്ളതാണ് അല്ലേ? അടുത്തത് വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസ് പൊതുവേ അങ്ങനെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും നമുക്ക് നമ്മൾ കഴിക്കുന്ന ചില ജങ്ക് ഫുഡിനകത്തൊക്കെ വെജിറ്റബിൾസിൻ്റെ ഒരു അംശമുണ്ട് അല്ലേ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബർഗറിനകത്ത് ലെറ്റ്യൂസസ്, ക്യാബേജ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കാണാറുണ്ട് അല്ലേ? അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ആണ് ക്യാരറ്റ്, ബീട്രൂട്ട്, പൊട്ടറ്റോ, ക്യാബേജ് ഒക്കെ അല്ലേ? അപ്പം നമ്മൾ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ കൂടുതൽ നമ്മുടെ ഡയറ്റിൽ എങ്ങനത്തെ ഫുഡ് ഉണ്ടായിരിക്കണം? ലീഫി വെജിറ്റബിൾസ്, അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പേരേ ഉള്ളൂ. നിങ്ങൾ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടിൻ്റെയും ഒരു വെജിറ്റബിളിൻ്റെയും പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തത് സിറിയൽസ് ആണ്. സിറിയൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ധാന്യങ്ങൾ എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. ധാന്യങ്ങൾ നമ്മൾ കഴിക്കുന്ന ചോറ്, അരി അല്ലേ? അരി, അതുപോലെ നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടൊക്കെ മാവ് കുഴയ്ക്കാനായിട്ട് എടുക്കുന്നത്, അത് എന്തിൽ നിന്നാണ് നമുക്ക് ഇടുന്നത്? ഗോതമ്പിൽ നിന്നാണ് അല്ലേ ഇടുന്നത്. അപ്പം വീറ്റ്, അതുപോലെ റൈസ്, ഓട്സ്, മില്ലറ്റ്സ്, റാഗി, അതൊക്കെ അതിനെയെല്ലാം നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ സിറിയൽസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താണ് സിറിയൽസ്? സിറിയൽസിന്റെ മലയാളം എന്താണ് നമ്മൾ പറയുന്നത്? ധാന്യങ്ങൾ എന്നാണ് കേട്ടോ. ധാന്യങ്ങൾ എന്നാണ് സിറിയൽസിന്റെ മലയാളം വേർഡ്. സിറിയൽസിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? വീറ്റ് ഉണ്ട്. എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു 3-4 സിറിയൽസിന്റെ പേരെങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടോ. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നത് വീറ്റ് അറിയാം, റൈസ് അറിയാം, കോൺ അറിയാം, റാഗി, ബാർലി, അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ? അപ്പം ഇങ്ങനത്തെ റൈസ്, വീറ്റിനെയൊക്കെ നമ്മൾ കോമൺലി വിളിക്കുന്ന പേരെന്താണ്? സിറിയൽസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എന്താണെന്ന് കണ്ടു, വെജിറ്റബിൾസ് നമുക്ക് പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത്, സിറിയൽസും നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ്സിൽ നിന്നാണ് കേട്ടോ കിട്ടുന്നത്. അപ്പം സിറിയൽസും നമുക്ക് പ്ലാന്റ്സിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തതാണ് നമ്മുടെ പൾസസ്. പൾസസ് എന്ന് പറയുമ്പോഴത്തേക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പയറ് വർഗ്ഗങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ? നമ്മുടെ പയറ്, പരിപ്പ്, ഉഴുന്ന്, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ പൾസസ് എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലേ? ഇപ്പം പല തരത്തിലുള്ള പയറുകൾ തന്നെയുണ്ട് അല്ലേ? ഇപ്പം ഇതുണ്ട് പച്ച കളറിലെ പയർ അല്ലേ? ചെറുപയർ എന്ന് പറയും. പിന്നെ ഒരു ചുമല കളറിലെ ഒരു പയറുണ്ട്, അല്ലെങ്കിൽ ചുമല അല്ലെങ്കിൽ ബ്രൗൺ കളറിലെ ഒരു പയറുണ്ട് അല്ലേ? വൻപയർ, ചെറുപയർ, അതുപോലെ പരിപ്പ്, അതൊക്കെ പൾസസ് ആണ് കേട്ടോ. ഈ പൾസസിന്
ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണ്? ഈ പൾസസിനകത്ത് ഒരു നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മിനറൽ ഉണ്ട്. അതിന്റെ പേര് എന്താണ്? പ്രോട്ടീൻസ് ആണ് കേട്ടോ, പ്രോട്ടീൻസ്. അപ്പം പൾസസ് കൂടുതൽ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ഇൻടേക്ക് ആണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും? നമുക്ക് പ്രോട്ടീൻസ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഈ ചെറുപയറൊക്കെ നമ്മൾ ചെറുപയറൊക്കെ കഞ്ഞി വെച്ച് കുടിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യാറുള്ള സാധനമാണ് അല്ലേ ചെറുപയർ. അപ്പൊ അതിനകത്തൊക്കെ റിച്ച് ഓഫ് പ്രോട്ടീൻസ്, പ്രോട്ടീൻസിന്റെ അംശം ഒരുപാടുള്ള ഫുഡുകളാണ് എന്തെന്ന് പറയുമ്പോഴത്തേക്ക് പൾസസ് കേട്ടോ. അപ്പം പ്രോട്ടീൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനത്തെ ഫുഡ് ആയിരിക്കണം കഴിക്കേണ്ടത്? പൾസസ് ഉള്ള ഫുഡ് ആയിരിക്കണം കൂടുതലായിട്ട് കഴിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്തത് അപ്പൊ നമ്മൾ ഇത്രയും നേരം പ്ലാന്റ്സിൽ നിന്നുള്ള ഫുഡാണല്ലേ കണ്ടത്. അപ്പൊ പ്ലാന്റ്സിൽ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ്. പിന്നെ നമ്മൾ കണ്ടു സിറിയൽസ് അല്ലേ. സിറിയൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ധാന്യങ്ങൾ അല്ലേ, അതായത് റൈസ്, വീറ്റ്, ബാർലി, കോണൊക്കെ. അതിനുശേഷം നമ്മൾ കണ്ടത് പൾസസ് ആണ്. പൾസസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പയറ് വർഗ്ഗങ്ങൾ അല്ലേ, നമ്മുടെ ദാല്, ഗ്രീൻ ഗ്രാം, ബംഗാൾ ഗ്രാം, കടല, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പൾസസിനകത്ത് കാറ്റഗറി വരുന്നത്. അടുത്തത് അനിമൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫുഡിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അനിമൽസിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നത്? മിൽക്ക് കിട്ടാറുണ്ട്, അതുപോലെ മീറ്റ് അല്ലേ, അതിൻ്റെ അനിമൽസിൻ്റെ ഒക്കെ മീറ്റിൻ്റെ ആ ഒരു ഫ്ലഷ് നമുക്ക് കിട്ടാറുണ്ട്, അതുപോലെ ഫിഷ്, അവയൊക്കെയാണ് നമുക്ക് അനിമൽസിൽ നിന്ന് കിട്ടുന്ന പ്രധാനമായിട്ടുള്ള. പിന്നെ പ്രധാനമായിട്ടുള്ള എഗ്ഗും അല്ലേ, നമ്മുടെ മുട്ടയിലും എന്താണ്? ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പം അനിമൽസിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഫുഡിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. വി ഗെറ്റ് മിൽക്ക് ഫ്രം കൗസ്, ഗോട്ട് ആൻഡ് ബഫലോസ്. നമ്മൾക്ക് പാല്, നമുക്ക് എല്ലാവർക്കും പാൽ ഇഷ്ടമാണ് അല്ലേ. ആ പാല് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? കൗ, ഗോട്ട്, ബഫലോസ് അങ്ങനെയുള്ള അനിമൽസിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? മിൽക്ക് കിട്ടാറുണ്ട്. അതുപോലെ ഈ മിൽക്കിൽ നിന്ന് നമ്മൾ ഒരുപാട് മിൽക്ക് പ്രൊഡക്ട്സ് ഉണ്ടാക്കി എടുക്കും അല്ലേ. നമുക്ക് ചിലപ്പോൾ മിൽക്കിനേക്കാളും കുറച്ചുകൂടെ മിൽക്ക് പ്രൊഡക്റ്റുകളൊക്കെ ആയിരിക്കും, ബട്ടർ, കേർഡ്, അങ്ങനത്തെ മിൽക്ക് പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് ഇഷ്ടമാണ് അല്ലേ. അപ്പം നമ്മൾ അനിമൽസിൽ നമുക്ക് മിൽക്ക് കിട്ടാറുണ്ട്. ആ മിൽക്ക് ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് ഡയറി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ. എക്സാമ്പിൾ എന്തൊക്കെയാണ്? കേർഡ്, ബട്ടർ, ചീസ്, ഗീ, അതൊക്കെ നമുക്ക് എന്താണ്? മിൽക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മിൽക്ക് പ്രോഡക്റ്റുകളാണ് കേട്ടോ. മിൽക്ക് പ്രൊഡക്റ്റ് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ എന്താണ്? ഡയറി പ്രൊഡക്ട്സ് എന്നും നമ്മൾ പറയാറുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് അനിമൽസിൽ നിന്ന് കിട്ടുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് അല്ലേ, പ്രോട്ടീൻ റിച്ച് ഫുഡാണെന്ന് പറയുമ്പോഴത്തേക്ക് എഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം എന്താണ്? ഹെന്ന്, അതുപോലെ ഡക്സ്, അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? നമുക്ക് എഗ്സ് കിട്ടാറുണ്ട് അല്ലേ. അപ്പം ഈ എഗ്സിനകത്ത് എന്താണ്? എന്ത് മിനറലാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്? നമ്മുടെ പ്രോട്ടീൻസ് ആണ് കേട്ടോ, പ്രോട്ടീൻസ് ആണ്. അപ്പം പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന പൾസസിലും ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്, അനിമൽസിൽ നിന്ന് കിട്ടുന്ന എഗ്ഗിലും ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് ഫ്ലഷ് ഓഫ് അനിമൽസ് അല്ലേ. നമുക്ക് ചിക്കൻ ഇഷ്ടമാണ്, ബീഫ്, മീറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അല്ലേ. അപ്പം ഇതിലും ഒരുപാട് എന്താണ്? പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിലും ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്, പിന്നെ ഫാറ്റും അടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഫാറ്റ്സും അടങ്ങിയിട്ടുണ്ട്. അപ്പം ഫ്ലഷ് ഓഫ് അനിമൽസ് ലൈക്ക് എന്താണ്? ഫിഷ്, അതുപോലെ ഹെന്ന്, ഗോട്ട്, അതിൻ്റെയൊക്കെ നമ്മൾ ഫ്ലഷ് നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അതൊക്കെ. അപ്പം അനിമൽസിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട ഫുഡുകൾ ഏതൊക്കെയാണ്? മിൽക്ക്, എഗ്ഗ്, അതുപോലെ അവയുടെ ഫ്ലഷുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, മിൽക്കിൽ നിന്ന് നമ്മൾ എന്താണ്? പല പല മിൽക്ക് പ്രോഡക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കും അല്ലേ. കേർഡ്, ബട്ടർ, ഗീ, ചീസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അപ്പം ഇത്രയാണ് പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്ന് കിട്ടുന്ന ഫുഡുകളൊക്കെ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പലതരത്തിലുള്ള ഫുഡുകൾ നമ്മൾ ഒരു ദിവസം കഴിക്കും അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇടയ്ക്കൊരു സ്നാക്ക് ആയിക്കോട്ടെ, ലഞ്ച്, അതുപോലെ ഈവനിങ് സ്നാക്ക്, അതുപോലെ ഡിന്നർ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡുകളെ എല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുമ്പോഴത്തേക്ക് ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പം ദ ഫുഡ് വി ഈറ്റ് റെഗുലർലി, നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഫുഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒരു ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കോമൺലി, പിന്നെ ലഞ്ച്, പിന്നെ ഈവനിങ് ഒരു സ്നാക്ക് അല്ലെങ്കിൽ ഡിന്നർ, ഇതാണ് നമ്മുടെ ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലേ. ഈ ഡയറ്റിൽ അടങ്ങിയിട്ടുള്ള ഫുഡ് എങ്ങനത്തെ ടൈപ്പിലാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ഹെൽത്ത് എന്ത് ചെയ്തിരിക്കുന്നത്? ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നല്ല ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ, എക്സാമ്പിൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ അനിമൽസിൽ നിന്ന് കിട്ടുന്ന ഫിഷ്, മിൽക്ക്, എഗ്ഗ്, അതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ്? കുറേ കൂടെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും. പക്ഷേ ചിലരുണ്ടല്ലേ ജങ്ക് ഫുഡ് കഴിക്കും അല്ലേ. ജങ്ക് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ടേസ്റ്റ് ഒക്കെ ആയിരിക്കും, പക്ഷേ എന്താണ്? അതിൻ്റെ പുറകെ നമുക്ക് കുറേ അസുഖങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഡയറ്റ് എന്തായിരിക്കണം? എപ്പോഴും ഹെൽത്തി ഡയറ്റ് ആയിരിക്കണം. ഓക്കെ, ഹെൽത്തി ഡയറ്റ് ആയിരിക്കണം. അതുപോലെ എന്താണ്? ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. അതായത് നമുക്ക്
ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡയറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഡയറ്റ്. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? അപ്പോൾ ഓർക്കുക, നമ്മൾ റെഗുലർലി കഴിക്കുന്ന ഫുഡിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡയറ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ്, അതുപോലെ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വിറ്റമിൻസ്, മിനറൽസ് അതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡയറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുമ്പോഴത്തേക്ക് ബാലൻസ്ഡ് ഡയറ്റ്. അപ്പം എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? A balanced diet is the proper quantity of food in each group. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? മിനറൽസ് കിട്ടും, അതുപോലെ പ്രോട്ടീൻസ് കിട്ടും, കാർബോഹൈഡ്രേറ്റ്സ് കിട്ടും, അല്ലേ? അപ്പം അതെല്ലാം കൂടെ പ്രോപ്പറായിട്ട് നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡയറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഡയറ്റ് അല്ലേ? ഇപ്പം എല്ലാവരും നമ്മൾ വീഡിയോസിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, അതായത് കുറച്ച് ചോറെടുക്കും, ഒരുപാട് കറികൾ എടുക്കും, കറികൾ തന്നെ എന്താണ് കൂടുതലും വെജിറ്റബിൾസ് അല്ലേ, ലീഫി വെജിറ്റബിൾസ്, അതുപോലെ ഫിഷ്, അതുപോലെ ചിക്കൻ, അങ്ങനെയൊക്കെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് ഇപ്പം കൂടുതലായിട്ടും കഴിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും പ്രോപ്പറായിട്ട് കിട്ടുന്ന ഒരു ഡയറ്റ് ആണെങ്കിൽ ആ ഡയറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുമ്പോഴത്തേക്ക് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പം നിങ്ങൾക്കിപ്പം ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മൾ എങ്ങനത്തെ ഫുഡാണ് കഴിക്കേണ്ടത്, അതുപോലെ എന്താണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് നല്ല സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ അസുഖങ്ങളൊക്കെ കുറഞ്ഞ് എപ്പോഴും ഒന്നും ഡോക്ടറിൻ്റെ അടുത്ത് പോകാത്ത ഒരു സാഹചര്യമായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ എങ്ങനത്തെ ഫുഡായിരിക്കണം കഴിക്കണം? നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡായിരിക്കണം കേട്ടോ കഴിക്കേണ്ടത്. അപ്പം വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിച്ച് എല്ലാവരും സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.